കുന്നപ്പൂവും പൊൻകണിയും ഒക്കെയായി മറ്റൊരു വിഷുക്കാലം കൂടി വന്നെത്തി. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ പ്രിയപ്പെട്ട ആഘോഷമാണ് വിഷു. ഐശ്വര്യവും സമ്പത്തും വീടുകളിൽ എത്തുന്ന ദിനമാണിത്. വീടുകളിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക ഉയർച്ചയ്ക്കുമായി ചില വസ്തുക്കൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവരാം. വിഷുവിന് ഇവ വീട്ടിലെത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയും സാമ്പത്തിക ഭാഗ്യവും കൈവരുന്നതായിരിക്കും. അത്തരം ചില ഭാഗ്യവസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭാഗ്യം നൽകുന്ന ഒരു ശുഭവസ്തുവാണ് പശുവിൻ നെയ്യ്. അതിനാൽ വിഷുവിന് ഇത് വീടുകളിൽ എത്തിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്നു. ശുദ്ധമായ പശുവിൻ നെയ്യ് വീടുകളിൽ സൂക്ഷിക്കുന്നത് അതിവിശേഷമാണ്. വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നെയ്യിലുണ്ട്. അതിനാൽ തന്നെ വീടുകളിൽ നെയ്യ് കൊണ്ടുവരുന്നതിലൂടെ സമ്പത്തും ഭാഗ്യവും ആർജിക്കാൻ സാധിക്കും. വിഷുവിന് പശുവിൻ നെയ്യ് വീടുകളിൽ കൊണ്ടുവരുന്നതിലൂടെ ഈ ശുഭഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നതായിരിക്കുമെന്ന് പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇഷ്ടപ്പെട്ട വിഭവമാണ് വെണ്ണ. വീടുകളിൽ കൊണ്ടുവരാവുന്ന വിശേഷപ്പെട്ട വസ്തുവാണ് വെണ്ണ. അതിനാൽ വെണ്ണ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവുന്നത് വളരെ ശുഭകരമാണ്. രോഗങ്ങൾ അകറ്റാനും വെണ്ണ ഫലപ്രദമാണ്. ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യുന്നു. വെണ്ണ വീട്ടിൽ കൊണ്ടുവരുന്നതിലൂടെ സന്താനങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കും എന്നാണ് വിശ്വാസം. അതിനാൽ വിഷുവിന് വെണ്ണ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുക. വീടുകളിൽ നാരായണീയം, ഭാഗവതം, രാമായണം, വിഷ്ണു സഹസ്രനാമം തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങൾ എന്നിവ വയ്ക്കുന്നത് ഏറെ ശുഭകരമാണ്. ഇവ വീട്ടിൽ കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും ശുഭകരമായ വേള തന്നെയാണ് വിഷു. ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉയർച്ചയും വന്നു ചേരും. നിങ്ങളിൽ സദ്ഗുണവും കുടുംബത്തിൽ ഐശ്വര്യവും വന്നു ഭവിക്കും. ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യം എന്നിവയും വീടുകളിൽ വയ്ക്കുന്നത് ശുഭകരമാണ്. അതിനാൽ വിഷുവിന്റെ സമയത്ത് നിങ്ങളുടെ വീടുകളിൽ ഈ പുണ്യഗ്രന്ഥങ്ങൾ എത്തിക്കുക. ആത്മീയ പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് ശംഖ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കാൻ ഏറെ ഫലപ്രദമാണ്. വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും എത്തിക്കാൻ ഫലപ്രദമായ വസ്തുവാണ് ശംഖ്. ശംഖ് സൂക്ഷിക്കുന്ന വീടുകളിൽ പോസിറ്റീവ് ഊർജം നിറയുകയും ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു. വിഷുവിന് വീട്ടിൽ ശംഖ് കൊണ്ടുവരുന്നത് അതിവിശിഷ്ടമാണെന്ന് പറയപ്പെടുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രിയപ്പെട്ട വസ്തുവാണ് മയിൽപ്പീലി. വീടുകളിൽ പോസിറ്റീവ് ഊർജം കൊണ്ടുവരാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. മയിൽപ്പീലി സൂക്ഷിക്കുന്ന വീടുകളിൽ സർവ്വ ഐശ്വര്യവും വന്നു ചേരും. എന്നാൽ വീട്ടിൽ മയിൽപ്പീലി സൂക്ഷിക്കുമ്പോൾ അത് വൃത്തിയോടെ സൂക്ഷിക്കാനും മറക്കരുത്. വിഷുവിന് വീട്ടിൽ മയിൽപ്പീലി എത്തിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ശേഷിയും ഉയർത്തുന്നുവെന്ന് പറയപ്പെടുന്നു. പുതുവർഷം ആരംഭിക്കുന്ന വേളയിൽ വീട്ടിൽ നിലവിളക്ക് കൊണ്ടുവരുന്നത് ഏറെ ശുഭകരമാണ്. വീട്ടിൽ ഐശ്വര്യ ദേവത കാലെടുത്തു കുത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും ചൊരിയും. നിലവിളക്കിൽ എല്ലാ ദേവീ ദേവന്മാരും വസിക്കുന്നു എന്നാണ് വിശ്വാസം. വിഷുവിന് ഒരു നിലവിളക്ക് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നത് സാമ്പത്തിക ഉയർച്ചയും ഐശ്വര്യവും നൽകുമെന്നും പറയപ്പെടുന്നു. സമൃദ്ധിയുടെ നിറമാണ് മഞ്ഞപ്പട്ട്. മഞ്ഞ വസ്ത്രം, മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ എന്നിവ വീടുകളിൽ കൊണ്ടുവരുന്നത് സർവ്വ ഐശ്വര്യവും നിങ്ങൾക്ക് നൽകുന്നു. സന്തോഷവും സമൃദ്ധിയും വീടുകളിൽ നിറയും. വിഷുവിനെ വീടുകളിൽ എത്തിക്കാവുന്ന ശുഭകരമായ വസ്തുക്കളിൽ ഒന്നു തന്നെയാണ് മഞ്ഞപ്പട്ട് എന്ന് പറയുന്നു. വിഷുവിന് വീടുകളിൽ നവധാന്യങ്ങൾ എത്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകുന്നു. അഥവാ നിങ്ങളുടെ വീടുകളിൽ നവധാന്യങ്ങൾ ഉണ്ടെങ്കിൽ അവ ഇട്ടുവെച്ച പാത്രങ്ങൾ നിറച്ചു തന്നെ സൂക്ഷിക്കണമെന്ന് പറയപ്പെടുന്നു. കണി വയ്ക്കുമ്പോൾ വിഷുക്കണിയിൽ ചില ഫലങ്ങൾ ഉണ്ടാകുന്നത് ഐശ്വര്യപ്രദമാണ്. വിഷുക്കണിയിൽ ഏതെങ്കിലും ഒരു ഫലം വയ്ക്കുന്നതിലൂടെ പുതിയ തുടക്കം ലഭിക്കുവാനും അവസരങ്ങൾ വന്നു ചേരാനും നിങ്ങൾക്കും സാധിക്കും. സരസ്വതി ദേവിയുടെയും പാർവതി പരമേശ്വരന്മാരുടെയും അനുഗ്രഹത്തിന് ഏറ്റവും ഉത്തമമാണ് വീണ. നിങ്ങൾക്കിത് വീട്ടിൽ സൂക്ഷിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇവരുടെ അനുഗ്രഹം ലഭിക്കുകയും ഐശ്വര്യവും വന്നു ചേരുകയും ചെയ്യുന്നു. വീടുകളിൽ ഉയർച്ചയും സന്തോഷവും വന്നു ചേരും. വീണ വീട്ടിലുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടെ വൃത്തിയായി സൂക്ഷിക്കുകയും വേണമെന്ന് പറയപ്പെടുന്നു.
ഇത്തരം ഭാഗ്യ വസ്തുക്കൾ വീട്ടിലെത്തിക്കുന്നതിലൂടെ നിങ്ങൾക്കും സർവ്വ ആരോഗ്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ലഭിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.